ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ ചാന്ദ്രദിനാചരണം നടന്നു. മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി. കണ്ണൂർ പടിയൂർ പഞ്ചായത്തിൽ ഭീഷണിയായി റബ്ബർ തോട്ടത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടത് വ്യാഴാഴ്ചയോടെ. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണ് ഗർത്തത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനം. കോഴിക്കോട് കോട്ടൂളിയിൽ കനത്ത മഴയെ തുടർന്ന് കിണറിടിഞ്ഞു താഴ്ന്നു. തെക്കും താഴത്ത് ഹരിദാസിന്റെ വീട്ടുപറമ്പിലെ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞത്. കൊല്ലം പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മോഷ്ടിച്ച ബസ് പോലീസിന്റെ പിടിയിലായി. ബസ് മോഷ്ടിച്ചു കടത്തിയ ഒറ്റക്കൽ സ്വദേശി ബിനീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബസ്സാണ് മോഷ്ടിച്ചു കടത്തിയത്. തൃശൂരിൽ ഉമ്മൻചാണ്ടി സ്മൃതിയോടനുബന്ധിച്ച് ഡയാലിസിസിനുള്ള ധനസഹായം നൽകി. സഹായം നൽകിയത് തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലെ 50 രോഗികൾക്ക്. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധം ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്വകാര്യ ടെലികോം കമ്പനികളുടെ അന്യായ നിരക്ക് വർധനവിനെതിരെ. സമരം AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കുഴൽപ്പണവുമായി മലപ്പുറം സ്വദേശി പിടിയിലായത് മലപ്പുറം താനൂർ സ്വദേശി മുഹമ്മദ് ഹാഷിം. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുത്തത് രേഖകളില്ലാത്ത 20 ലക്ഷം രൂപ. അരുവിക്കര മണ്ഡലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. തിളക്കം 2024 മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 600 വിദ്യാർത്ഥികളും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച 9 സ്കൂളുകളും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പോക്സോ കേസ് പ്രതിക്ക് കഠിന തടവും പിഴയും. മലയിൻകീഴ് സ്വദേശി വിനീതിന് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയാണ് 6.5 വർഷവും 15 ദിവസവും കഠിന തടവിന് ശിക്ഷ വിധിച്ചത്. 2022 ഇയാൾ ട്യൂഷന് പോകുകയായിരുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. ഇടുക്കി പീരുമേട് പട്ടുമല തേയില ഫാക്ടറിയിൽ തേയില സംസ്കരിക്കുന്ന മെഷീനിൽപ്പെട്ട് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടുമല എസ്റ്റേറ്റ് ലയത്തിലെ രാജേഷ്. അപകടം രാവിലെ മെഷീൻ വൃത്തിയാക്കുന്നതിനിടെ. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ. തൃശൂർ എരുമപ്പെട്ടിയിൽ കലുകുപാലത്തിന്റെ സ്ലാബ് തകർന്ന് ലോറി ചെരിഞ്ഞു. അപകടമുണ്ടായത് നെല്ലുവായി മുണ്ടംകോട് റോഡിൽ. ചെരിഞ്ഞത് മരത്തടി കയറ്റി വന്നിരുന്ന ലോറി. പ്രദേശത്തെ ക്ഷേത്ര കവാടത്തിനും സ്വകാര്യ വ്യക്തിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി കുമളിയിൽ ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിലായത് കോതമംഗലം സ്വദേശികളായ അമൽ ജോർജ്, ശശിധരൻ, അമീർ എന്നിവർ. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിയിലായ ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് 895 ഗ്രാം ഹാഷിഷ് ഓയിൽ. കൊല്ലം അഞ്ചലിൽ രാസലഹരി വേട്ട. 13 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായത് കൊല്ലം സ്വദേശികളായ മനോജ്, അലി ഷർബാൻ എന്നിവർ. പ്രതികളെ പിടികൂടിയത് കൊല്ലം റൂറൽ SPക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. തൃശൂർ കാഞ്ഞാണിയിൽ നെൽ കർഷകർക്കായി ശാസ്ത്രീയ സമീപനം നെൽകൃഷിയിൽ എന്ന പേരിൽ മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ സംഘടിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും സംയുക്തമായി. സെമിനാറിൽ 130ഓളം കർഷകർ പങ്കെടുത്തു. തൃശൂർ ചിറ്റാട്ടുകര ഉപയോഗശൂന്യമായ കിണറിൽ റീത്ത് വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് എടവള്ളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി. ലക്ഷങ്ങൾ ചെലവാക്കി മോടി പിടിപ്പിച്ച പൊതുകിണറുകൾ കാടുകയറി നശിക്കുന്നുവെന്ന ആരോപണം.